ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSC സ്വാഗതം. അപ്പൊ നമ്മൾ അടുത്തിടെ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് പുതിയ RBI ഗവർണറായി റവന്യൂ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് മൽഹോത്രയെ പുതിയ RBI ഗവർണറായി ഡിസംബർ 11 മുതൽ അടുത്ത 3 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്, അതുപോലെ തന്നെ ഒരു RBI ഗവർണറെ ആരാണ് അപ്പോയിന്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ കാലാവധി എങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്ക് അറിയുന്ന കാര്യം, ശക്തികാന്ത് ദാസ് എന്ന് പറയുന്നത് RBIയുടെ 25ാമത്തെ ഗവർണർ ആയിരുന്നു, 25th RBI ഗവർണർ ആയിരുന്നു. 3 വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തെയും അപ്പോയിന്റ് ചെയ്തത്. പിന്നീട് എന്ത് ചെയ്യായിരുന്നു, വീണ്ടും റീ അപ്പോയിന്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 6 വർഷക്കാലമാണ് ശക്തികാന്ത് ദാസ് എന്ത് ചെയ്ത് RBI ഗവർണർ ആയിരുന്നത്. തുടർന്ന് അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലും ഒക്കെ RBI മുന്നോട്ട് വെച്ച പോളിസികളും മോണിറ്ററി പോളിസികളും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിന്റെ ഗ്രോത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പോളിസികളും ഒക്കെ മുന്നോട്ട് വെച്ചത്, അതിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ശക്തികാന്ത് ദാസ് ആയിരുന്നു. ഇപ്പോ 26ാമത്തെ RBI ഗവർണർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സഞ്ജയ് മൽഹോത്രയെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റുകൾ: നിലവിലെ RBI ഗവർണറുടെ പേര് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹം 26ാമത്തെ RBI ഗവർണർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 26ാമത്തെ RBI ഗവർണർ ആണ് ആര്? സഞ്ജയ് മൽഹോത്ര. അപ്പൊ ഡിസംബർ 11 മുതൽ അടുത്ത 3 വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തേക്കുന്നത്, RBI ഗവർണറായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് ആണ് RBI എന്ന് നമുക്കറിയാം. 1935 ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. രാജ്യത്തെ കറൻസികൾ നിയന്ത്രിക്കുന്നതും കറൻസികൾ ഇഷ്യൂ ചെയ്യുന്നതും പണപ്പെരുപ്പം നിയന്ത്രിക്കുക, ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുക എന്നതൊക്കെ RBIയുടെ ജോലിയാണ്. അപ്പൊ ഈ RBIയുടെ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓർത്തിരിക്കാം, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഓക്കെ, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് കേന്ദ്ര ധനമന്ത്രിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO ആണ് എന്ത് ചെയ്യുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറെ നിയമിക്കുക. അപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു, കേന്ദ്ര ധനമന്ത്രിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്ത് ചെയ്യുക, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം, സാധാരണഗതിയിൽ RBI ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? ഇങ്ങനെ ചോദ്യം നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടില് സെക്ഷൻ 8 ക്ലോസ് 1 ക്ലോസ് എയിലാണ് ശരിക്കും RBI ഗവർണറെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ്, RBIയുടെ സെൻട്രൽ ബോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ബോർഡില് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു ഗവർണറും 4ൽ കൂടുതൽ ഡെപ്യൂട്ടി ഗവർണറും ഉണ്ടായിരിക്കരുത് എന്നാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിന്റെ സെൻട്രൽ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവണം? ഒരു RBI ഗവർണർ ഉണ്ടാവണം. അതുകൂടാതെ 4ൽ കൂടുതൽ ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടാവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഗവർണർമാർ ഉണ്ടാവണം, പക്ഷെ ആ നമ്പർ എന്ന് പറയുന്നത് 4ൽ കൂടരുത്. ഇനി ഈ ഒരു ഗവർണറുടെ കാലാവധി, ഈ പറഞ്ഞ ഈ ഗവർണറുടെയും ഡെപ്യൂട്ടി ഗവർണറുടെയും കാലാവധി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഇവിടെ ഈ ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, അവരെ എന്ത് ചെയ്യരുത്, അപ്പോയിന്റ് ചെയ്യരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. The governor and a deputy governor shall hold office for such time not exceeding 5 years. 5 വർഷത്തിൽ കൂടരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഒരു കാലാവധി ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന RBI ഗവർണറുടെ കാലാവധി ഫിക്സ് ചെയ്യുന്നതും ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ നിലവിലെ ഒരു കൺവെൻഷൻ വേ അനുസരിച്ച് ഇപ്പൊ എന്ത് ചെയ്യാണ്, നിലവിൽ 3 വർഷത്തേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യവും, RBI ഗവർണറെ 3 വർഷത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ റീ അപ്പോയിന്റ്മെന്റിന് എന്താണ് അവർ എലിജിബിൾ ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ പറഞ്ഞു വന്ന പോയിന്റുകൾ, ഒന്ന് നമ്മൾ പറഞ്ഞു ആരാണ് RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്, കേന്ദ്ര ധനമന്ത്രിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, 1934 RBI ആക്ടിലെ സെക്ഷൻ 8 അനുസരിച്ച്, സെക്ഷൻ 8 ക്ലോസ് 1 ക്ലോസ് എ അനുസരിച്ചിട്ട് RBIയുടെ ഒരു സെൻട്രൽ ബോർഡ് ഉണ്ടാവണം.
ഈ സെൻട്രൽ ബോർഡിൽ RBI ഗവർണറും 4-ൽ കൂടരുത് ആരുടെ എണ്ണം, ഡെപ്യൂട്ടി ഗവർണർമാരുടെ എണ്ണം എന്ത് ചെയ്യരുത്, 4-ൽ കൂടരുത്. ഇനി അടുത്ത കേസ് പറഞ്ഞു കാലാവധി നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാലാവധി എന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആർട്ടിക്കിളിൽ പറയുന്നില്ല. മറിച്ച് ഇത് 5 വർഷത്തിൽ കൂടരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാലാവധി ഫിക്സ് ചെയ്യുന്നത് ആരാണ്, അതും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. നിലവിൽ 3 വർഷത്തെ കാലാവധിയിലാണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ശരി, അപ്പൊ ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പിന്നീട് RBI ഗവർണറെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ദ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് RBI ഗവർണർ, അല്ലെ? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് RBI ഗവർണർ. അപ്പൊ ചോദിക്കാം, എന്താണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി, അല്ലെ? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ RBIയുടെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് കറൻസി ഇഷ്യൂ ചെയ്യുന്നതിനോടൊപ്പം നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പകൾ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ നമ്മൾ RBI അറിയപ്പെടാറുണ്ട്. അതുപോലെ RBIയുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയാ, മോണിറ്ററി പോളിസി എന്ന് പറയാം. മോണിറ്ററി പോളിസി എന്തിനാണ് ഈ മോണിറ്ററി പോളിസി എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് ഈ മോണിറ്ററി പോളിസി എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കുക, പണപ്പെരുപ്പം അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കേണ്ടത് RBIയുടെ ജോലിയാണ്. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് RBI ആക്ടിലെ 45(z)(b)യിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റി പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില ഇങ്ങനെ കൂടുകയാണ്. ഇങ്ങനെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലുള്ള പൊതുവായ വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ഈ പറഞ്ഞ പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ട ചുമതലയും ആർക്കാണ്, RBIക്കാണ്. RBI അത് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയിലൂടെയാണ്. പ്രത്യേകിച്ച് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനും ആര് തന്നെയാണെന്നാ പറഞ്ഞ്, RBI ഗവർണർ തന്നെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഒന്ന്, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പണനയത്തിലൂടെ പണപ്പെരുപ്പവും വിലസ്ഥിരതയും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇവിടെ മോണിറ്ററി പോളിസിയുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് PS ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കാം, മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 പേരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. ഈ 6 അംഗങ്ങളിൽ 3 പേര് ഗവൺമെന്റ് ഭാഗത്തു നിന്നും 3 പേര് RBIയുടെ സൈഡിൽ നിന്നുമാണ്. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം മൊത്തം 6 പേരാണ്. ഇതിൽ 3 പേര് ഗവൺമെന്റ് ഭാഗത്തു നിന്നും 3 പേര് RBIയുടെ ഭാഗത്തു നിന്നുമാണ്. RBIയുടെ ഭാഗത്തുനിന്ന് RBI ഗവർണർ ഉൾപ്പെടെ 3 പേരുണ്ടാകണം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പൊ RBI ഗവർണർ ഉൾപ്പെടെ RBIയുടെ ഭാഗത്ത് നിന്ന് 3 പേരും ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള 3 പേരും ഉൾപ്പെടെ 6 അംഗങ്ങളാണ് എവിടെയുള്ളത്, മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. അപ്പോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തരികയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ RBI ഗവർണർ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? തീർച്ചയായും ശരി തന്നെയാണ്. RBI ഗവർണർ ഉൾപ്പെടെ 6 പേരാണ് എവിടെയുള്ളത്, മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. അതിപ്പോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. 6 പേരെന്ന് പറയുമ്പോൾ 3 പേര് ഗവൺമെന്റ് ഭാഗത്തുനിന്ന്, 3 പേര് ആരുടെ ഭാഗത്തുനിന്ന്, തീർച്ചയായിട്ടും RBIയുടെ ഭാഗത്തുനിന്ന്, ഇൻക്ലൂഡിങ് RBI ഗവർണർ. സെറ്റ്. ശരി, ഇനി ഇവിടെ നോക്കുമ്പോ നമ്മൾ പറഞ്ഞു പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആരുടെ ജോലിയാ, ഈ പറയുന്ന RBIയുടെ ജോലിയാണ്. മോണിറ്ററി പോളിസിയിലൂടെയാണ് RBI അത് ചെയ്യാൻ. അപ്പൊ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര പേരും ഉണ്ട്, 6 അംഗങ്ങളും ഉണ്ട്. ഈ 6 അംഗങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ കമ്മിറ്റി കൂടിയിട്ടാണ്, മീറ്റിംഗിലൂടെയാണ് എന്ത് ചെയ്യുക, എത്രയായിരിക്കണം റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എത്രയായിരിക്കണം, ഇങ്ങനെ ടൂളുകളുടെ ഒരു പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. 3 പേര് ഗവൺമെന്റ് ഭാഗത്തുനിന്നാന്ന് പറഞ്ഞു, 3 പേര് RBIയുടെ ഭാഗത്തുനിന്നാണ് പറഞ്ഞു. നമുക്കറിയാം RBIയുടെ ഭാഗത്ത് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കണം, 2 ഡെപ്യൂട്ടി ഗവർണർ ആയിരിക്കും. പിന്നീട് എന്താണ് അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഈ പറയുന്ന പോലെ ആ ഒരു ഡെപ്യൂട്ടി ഗവർണർ പദവിയിലോ അല്ലെങ്കിൽ ആ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ ഉള്ള ഒരാളെ എന്ത് ചെയ്യും, ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ശരി, അടുത്തത് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള 3 പേരെ ആരാണ് സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സെർച്ച് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്,
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള 3 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് ഒരു സെർച്ച് കമ്മിറ്റിയാണ്. ഓക്കെ, ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള 3 പേരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? സെർച്ച് കമ്മിറ്റിയാണ്. അപ്പൊ ഈ സെർച്ച് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് ആരാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള 3 പേര് എന്ന് തീരുമാനിക്കുക. അപ്പൊ എന്താണ് ഈ സെർച്ച് കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുന്നത് RBI ഗവർണർ ഉണ്ടാവും, അതുപോലെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടാവും, പിന്നീട് അതുപോലെ ആ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക കാര്യ വകുപ്പിന്റെ സെക്രട്ടറി കൂടി ഉണ്ടാവും. ഇവര് 3 പേരും കൂടെ ചേർന്നെടുത്ത ഡിസിഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള 3 പേരെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള 3 പേരും RBIയുടെ ഭാഗത്തു നിന്നുള്ള 3 പേരുമാണ് എവിടെയുള്ളത്? മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 4 വർഷമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധി. 4 വർഷമാണ്. അവരെന്ത് ചെയ്യുന്നില്ല? ആ റീ അപ്പോയിന്റ്മെന്റിന് യോഗ്യതയില്ല എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വർഷത്തിൽ 2 മോണിറ്ററി പോളിസി റിപ്പോർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? RBI പുറത്തുവിടുന്നത്. ഒരു വർഷത്തിൽ 2 റിപ്പോർട്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു റിപ്പോർട്ട് എത്ര മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കണമായിരിക്കും? തീർച്ചയായിട്ടും 6 മാസം കൂടുമ്പോൾ, 6 മന്ത് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഇനി അടുത്തൊരു ചോദ്യം, നമ്മളിപ്പോ തീരുമാനിക്കുന്ന ഒരു കാര്യം, മോണിറ്ററി പോളിസി കമ്മിറ്റി ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഓക്കെ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ടൈറ്റ് മണി പോളിസി പിന്തുടരണം, ശരി, എന്നാ പിന്നെ റിപ്പോ നിരക്ക് ഇത്ര % ആക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. അപ്പൊ ഇവർ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സമനിലയിൽ എത്തി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് ഭാഗത്തുള്ള 3 പേര് എന്ത് ചെയ്തു? അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. RBIയുടെ ഭാഗത്തുള്ള 3 പേര് അത് പ്രതികൂലമായിട്ട് വോട്ട് ചെയ്തു വിചാരിക്കുക. എങ്കിൽ ഇങ്ങനെ ഒരു സമനിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വോട്ട് ചെയ്യുമ്പോൾ ഒരു സമനിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡിസിഷൻ ആയിരിക്കും എടുക്കുക? ഇല്ലെങ്കിൽ നമ്മൾ മെജോറിറ്റി വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുക. എന്നാൽ ഇതൊരു സമനിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാം, ഇതിങ്ങനെ ഒരു സമനിലയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ RBI ഗവർണർക്കാണ് കാസ്റ്റിംഗ് വോട്ടിന് അധികാരമുള്ളത്. കാസ്റ്റിംഗ് വോട്ട് എന്താ ചോദിക്കുകയാണെങ്കിൽ RBI ഗവർണർക്ക് ഒരു വോട്ട് കൂടി ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമ തീരുമാനം ആരുടെ കയ്യിലായിരിക്കും? RBI ഗവർണറുടെ കയ്യിലായിരിക്കും. അത് സമനിലയിലേക്ക് എത്തിയാൽ. തെറ്റ്? ശരി. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി കുറച്ച് RBI ഗവർണർമാരെ പറ്റി നമുക്ക് നോക്കാം. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. 1935 ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം RBI രൂപം കൊള്ളുമ്പോൾ ഇവിടെ ഇതിന്റെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഇനി ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ RBI ഗവർണർ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CD ദേശ്മുഖ് ആണ്. ഇനി കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി സർ ബെനഗൽ രാമറാവു ആണ്. കുറഞ്ഞ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അമിതാഭ് ഘോഷാണ്. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. റിസർവ് ബാങ്ക് ജനിച്ചപ്പോ കൂടെ ജനിച്ച ആളാണ് ആര്? നമ്മുടെ സ്മിത്ത്. ഓക്കെ, ഇപ്പൊ ബോൺ എന്ന് വെച്ചാൽ ജനിക്കുക എന്നാണല്ലോ. അപ്പൊ RBI ഗവർണർ, റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ, റിസർവ് ബാങ്ക് ജനിച്ചപ്പോ കൂടെ ജനിച്ച സ്മിത്ത് തന്നെയാണ്. അപ്പൊ ഓസ്ബോൺ സ്മിത്ത്, ഈ ബോൺ എന്ന വാക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. എങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആര് ചോദിക്കുകയാണെങ്കിൽ CD ദേശ്മുഖ് ആണ്. ദേശത്തുനിന്ന് മുഖം കാണിച്ചയാൾ അല്ലെ, നമ്മുടെ ദേശത്തുനിന്ന് മുഖം കാണിച്ചയാൾ എന്ന അർത്ഥം ഓർത്തിരുന്നാൽ മതി. ഇന്ത്യക്കാരൻ ദേശത്തുനിന്ന് മുഖം കാണിച്ചയാൾ. അപ്പൊ ആരാ? ദേശ്മുഖ്. കണക്ട് ചെയ്ത് വെക്കാലോ. കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി ബെനഗൽ രാമറാവു ആണ്. അപ്പൊ ഇവിടെ ഈ ഗല്ലെന്നുള്ളത് കല്ലെന്ന് ഓർത്തിരുന്നാൽ മതി. കല്ല് പോലെ ഉറച്ചിരിക്കുക എന്നൊരു മലയാളം വാക്കില്ലേ, എന്താണ് ഉദ്ദേശിക്കുന്ന മലയാളം ശൈലി? കല്ല് പോലെ ഉറച്ചിരിക്കുക. എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആളിനെ കുത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഉറച്ചിരിക്കുന്ന അർത്ഥത്തിലാണ്. ശരിയാണ്. അപ്പൊ കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ കല്ല് പോലെ ഉറച്ചിരുന്ന ബെനഗൽ രാമറാവു ആണ്. ഓക്കെ, 7 വർഷക്കാലമായിരുന്നു എന്ത് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടിരുന്നത്. ശക്തികാന്ത് ദാസ് എത്ര നാളിരുന്നു? 6 വർഷം അല്ലെ, 6 വർഷം ശക്തികാന്ത് ദാസ് RBI ഗവർണർ ആയിരുന്നു. ഇനി കുറഞ്ഞ കാലം ഗവർണറായി സേവനം അനുഷ്ഠിച്ച വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അമിതാഭ് ഘോഷാണ്. അമിതാഭ് ഘോഷ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അദ്ദേഹം ജോലിക്ക് കയറിയപ്പോൾ അമിതമായിട്ട് കോഷിച്ച് കിടന്നുകൊണ്ട് ജോലി ശ്രദ്ധിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പറഞ്ഞു വിട്ടു എന്ന് ഓർത്താലും മതി. ഓക്കെ, അമിതമായിട്ട് കോഷിച്ച് കിടന്നാൽ കുറച്ച് നാളെ ജോലി ചെയ്തോളൂ. അപ്പോൾ കുറഞ്ഞ കാലം ഗവർണറായി സേവനം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അമിതാഭ് ഘോഷാണ്. എങ്കിൽ എന്റെ ചോദ്യം, ഒന്നാമതൊരു ചോദ്യം, നമ്മുടെ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ആരുടെ പിക്ചർ ആണെന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആരുടേതാണ് എന്ന് കമന്റ് ചെയ്യുക.
ഇനി അതുപോലെ RBI ഗവർണറെ പറ്റി പറയുമ്പോൾ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ ഗവർണർ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജെയിംസ് ടൈലർ ആണ്. പിന്നീട് RBI ഗവർണർ ആയിരുന്ന ശേഷം പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? അത് നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, RBI ഗവർണർ ആയിട്ടുണ്ട്, ശരിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ട്. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, ആരെങ്കിലും ഇതുവരെ RBI ഗവർണറായിട്ട് ഇതുവരെ ഏതെങ്കിലും വനിതകൾ വന്നിട്ടുണ്ടോ എന്നാണ് അടുത്തൊരു ചോദ്യം. RBI ഗവർണറായിട്ട് ഇന്ത്യയിൽ ഇതുവരെ ഏതെങ്കിലും വനിതകൾ RBI ഗവർണർ ആയിട്ടുണ്ടോ? ശരി, ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമന്റ് ചെയ്യുക. ഇനി ഡെപ്യൂട്ടി ഗവർണർമാരുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് PSC ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇത് നോക്കിയേ, ഒന്ന് പറയുന്നു RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി പോളിസി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അടുത്ത പറയുന്നു MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, അല്ലെ? 3 തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ 3 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ A 1 and 2. അപ്പോ RBI ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് വരുന്ന പരീക്ഷകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞ പോയിന്റുകളൊക്കെ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ച ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.